India is my country. All Indians are my brothers and sisters. I love my country and I'm proud of its rich and varied heritage. നമ്മളെല്ലാവരും പണ്ട് സ്കൂളിൽ രാവിലെ വെയിലത്ത് നിന്നും കൊണ്ട് ഉറച്ച് ആത്മാഭിമാനത്തോടെ പറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അന്ന് ഇത് പറഞ്ഞതിന് ശേഷം നമ്മളിന്ന് ക്ലാസ് മുറികളിലോട്ട് കയറുമ്പം തൊട്ട് ഈ പറഞ്ഞതിനൊക്കെ മീനിങ് ഇല്ലാതായി തുടങ്ങും. എന്ന് പറഞ്ഞാൽ യൂണിഫോം നമ്മൾ ഇടുന്നത് എന്തിനാണ്? എല്ലാവരും ഒരേപോലെയാണെന്ന്, ഒരേ തുല്യരാണെന്നുള്ളൊരു ബോധത്തിനാണ് ആ ഒരു യൂണിഫോം വെച്ചിരിക്കുന്നത്. പാവം പണക്കാരൻ അങ്ങനത്തെ വേർതിരിവൊന്നും വരാതിരിക്കുക. ചില ആൾക്കാരുണ്ട് മതവും ജാതിയൊക്കെ നോക്കി കുട്ടികളുടെ അടുത്ത് സ്നേഹം കാണിക്കുക, വേർതിരിച്ച് കാണുക. OBC SC ST ഇന്ന ആൾക്ക് ഇത്ര കിലോ അരി, ഇന്ന ആൾക്ക് ഇത്ര കിലോ അരിയേ ഉള്ളൂ, ഇന്ന ആൾക്ക് ഫീസ് ഇത്രയേ ഉള്ളൂ, ഇന്ന ആൾക്ക് ഫീസ് ഇത്രയേ ഉണ്ട്. സ്കൂളിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോഴോ നാട്ടുകാർ ഈഴവൻ, ഒലയൻ, നായൻ, ബ്രാഹ്മണൻ, മേത്തൻ, ക്രിസ്ത്യൻ, നാടാൻ, ഇങ്ങനെ ഓരോ പേരുകൾ വെച്ച് ആൾക്കാരെ വേർതിരിക്കും. ജാതീയ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വേർതിരിക്കും. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പാണ് മതം. പിന്നെ ഈ ജാതിക്കാരെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് വേറൊരു മതക്കാരനെ എതിർക്കും. വേർതിരിവ് തുടങ്ങുന്നതൊക്കെ രാജ്യത്ത് നിന്നാണ്. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. എന്തുകൊണ്ട് ഓൾ ഇന്ത്യൻസ് എന്ന് പറയുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് ചിന്തിച്ചത്. എന്തുകൊണ്ട് എല്ലാ മനുഷ്യരും എന്ന് ചിന്തിക്കുന്നില്ല? എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു, എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരന്മാരാണ് എന്നെന്തുകൊണ്ട് പറയുന്നില്ല? നമ്മൾ ഈ കൊച്ചിലേ തൊട്ട് നമ്മളെ മൈൻഡിൽ ബിൽഡ് ചെയ്യുന്നൊരു സാധനമുണ്ട്. ഈ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം പേരുടെ മനസ്സിൽ വരുന്നത് തീവ്രവാദമാണ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? പലരും പറയും അത് അവരുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ടാണെന്ന്. അങ്ങനെയുള്ളവർ അവിടെ നിന്ന് വരുന്നുണ്ടാവാം. അതിപ്പം ഇന്ത്യക്കകത്തില്ലേ? ഇന്ത്യക്കകത്ത് എത്രയോ മത തീവ്രവാദികളുണ്ട്. മുസ്ലിമിലല്ല, ഹിന്ദുക്കളിൽ എത്രയോ മത തീവ്രവാദികളുണ്ട്. മറ്റുള്ള മതക്കാരെ കൊല്ലണമെന്ന് ചിന്തയുള്ള എത്രയോ ഹിന്ദുക്കളുണ്ട്. ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മളെ ഈ ഇന്ത്യക്കകത്തുണ്ട്. രാജ്യത്തിനും എല്ലാ രാജ്യത്തിനകത്തും തീവ്രവാദികളുണ്ട്. ഞാനൊരു പാകിസ്ഥാനിയെ നേരിട്ടും കണ്ടിട്ടില്ല, ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഒരാളെ മറ്റൊരാൾ പറയുന്നത് കേട്ട് തീവ്രവാദിയാക്കാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ഒരു കേട്ടറി വെച്ച് ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ഒരുമിച്ചിരുന്നാണ് ആഹാരം കഴിക്കുന്നത്. ഇന്ത്യക്കാരെ പുകഴ്ത്ത് പറയുന്ന ഒരുപാട് പാകിസ്ഥാനികളെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മീഡിയ പോർട്രേ ചെയ്യുന്ന ഒരു ഇമേജ് ഉണ്ട്, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ബോർഡറിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നവർ എൻ്റെ ശത്രുക്കളാണെന്ന് എന്നെ പഠിപ്പിക്കുന്നതും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുപോലെ പലരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ. ജനഗണമന ഇടുമ്പോൾ എണീറ്റിരിക്കണമെന്ന് പറയും. എണീറ്റ് നിൽക്കാത്ത ഒരുപാട് പേരുണ്ട്. ഈ സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന എന്തിനാണ്? ജനഗണമന കേൾക്കുമ്പോൾ എണീറ്റ് നിന്ന് റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് എവിടെ നിന്നാണ് വന്നത്? ഐ ആം പ്രൗഡ് ഓഫ് മൈ കൺട്രി. ഇന്ത്യ എന്ന് കേൾക്കുമ്പം തന്നെ ചോര തിളയ്ക്കും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. ഞാൻ ചോദിക്കും, എന്തിൻ്റെ പേരിലാണ് ഞാൻ അഭിമാനം കൊള്ളേണ്ടത്? അപ്പർ കാസ്റ്റ് ഉള്ള ഒരാളുടെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ച ദളിതനെ അടിച്ചു കൊന്നതിനോ, വിശന്നിട്ട് മോഷ്ടിച്ച് കഴിച്ച ഒരു ആദിവാസി അടിച്ചു കൊന്നതിനോ, അതോ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ അടിച്ചു കൊന്നതിനോ, അതുമല്ല മറ്റൊരു മതത്തിൽ നിന്ന് പ്രണയിച്ചതിന് തല്ലിക്കൊന്നതിനോ, അതോ എൻ്റെ തൊട്ടടുത്തുള്ള രാജ്യത്തിലെ കുറേ ആൾക്കാർ ചാവുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നതിനോ? എന്തിനാണ് ഞാൻ അഭിമാനം കൊള്ളേണ്ടത്? ഈ കാരണങ്ങൾ കൊണ്ടാണ് അഭിമാനം തോന്നുന്നതെങ്കിൽ എനിക്ക് അഭിമാനമില്ല. മറ്റുള്ള രാജ്യത്തുള്ളവരെ സ്നേഹിക്കുകയും കൂടെ സ്വന്തം നാട്ടിലുള്ളവരെയും മറ്റുള്ള നാട്ടിലുള്ളവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ രാജ്യം ചെയ്തതെങ്കിൽ ഞാൻ അഭിമാനം കൊള്ളുമായിരുന്നു. പഠിപ്പിക്കുന്നത് എന്തെന്നുള്ളത് രണ്ടാമത്, ചെയ്യുന്നത് എന്തെന്നുള്ളതാണ് ഇപ്പോഴത്തെ മെയിൻ കാര്യം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പല രാജ്യങ്ങളും, ഇന്ത്യയിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത്, നാഷണലിസം എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഇന്ത്യയിലെ നാഷണലിസത്തിനെ കുറിച്ചല്ല ഞാൻ ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മീഡിയ പാകിസ്ഥാനെക്കുറിച്ച് നെഗറ്റീവായിട്ടൊരു ഇമേജ് പോർട്രേ ചെയ്യും. അതുപോലെ പാകിസ്ഥാൻ മീഡിയ ഇന്ത്യയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് പോർട്രേ ചെയ്യും. ഇതെല്ലാം ഇവർ പരസ്പരം, ഈ പൊളിറ്റീഷ്യന്മാരും മീഡിയാസും കൂടെ ഇരുന്ന് മറ്റൊരാളെ ഇങ്ങനെ ശത്രുവായിട്ട് കാണിക്കുന്നു. അത് കാണുന്നവർക്ക് എന്തായാലും അതുണ്ടാവും. പക്ഷെ സത്യാവസ്ഥ മറ്റൊന്നായിരിക്കും. ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആരാണ് ഇവിടെ അഭിനയിക്കുന്നതെന്ന് നമുക്കറിയില്ല. നമ്മളൊക്കെ വെറും പപ്പറ്റാണ്. ഇവരൊക്കെ മാനിപ്പുലേഷനിൽ വീഴുന്നു പോകുന്ന പപ്പറ്റ്സാണ് നമ്മൾ. നമുക്ക് ഇവർ പറയുന്നത് മാത്രമേ അറിയാവൂ. ഇന്ത്യൻ മീഡിയാസിൽ ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ പാകിസ്ഥാൻ മീഡിയയിൽ അവരെ ന്യൂസ് എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ ഈ മറ്റുള്ള രാജ്യത്തിൽ കുറേ പേര് മരിക്കുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്ത്യയെ എടുത്ത് പറയുന്നതല്ല, ഏത് രാജ്യമായാലും ഒരു വാർ നടക്കുമ്പോൾ എനിമി സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തിൽ എത്ര പേര് മരിച്ചാലും അത് വിജയിക്കുമ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തൊരു മനുഷ്യത്വത്തിന് എതിരായിട്ടൊരു സാധനമാണെന്ന് ആലോചിക്കണം.
ഫ്ലാഗിൽ ഈഗോ ഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു സാധനം നാഷണലിസം അല്ല, അതൊരു തീവ്രവാദമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജ്യം നോക്കിയല്ല എൻ്റെ അടുത്ത് മാന്യമായിട്ട് സ്നേഹത്തോട് സംസാരിക്കുന്നത് ഏത് രാജ്യത്തുള്ളവനായാലും ഏത് മതവിശ്വാസിയായാലും ഞാൻ അവനെ സ്നേഹിക്കും. എൻ്റെ ശത്രുവും രാജ്യം എന്നുള്ളൊരു സങ്കല്പമൊന്നും എനിക്കില്ല. ഇപ്പം ഞാൻ ഇത് പറയുമ്പോൾ എന്നെ പലരും പല രീതിക്ക് രാജ്യദ്രോഹിയെന്നോ എന്നൊക്കെ പല രീതിയിൽ ഓരോരുത്തർ സംസാരിക്കുമായിരിക്കും. ഞാൻ എടുത്തു പറഞ്ഞത് എനിക്ക് പാകിസ്ഥാനെക്കുറിച്ച് അറിയില്ല, എനിക്ക് അവിടുത്തെ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എനിക്കൊരിക്കലും കാണാത്തൊരു സാധനത്തിന് വെറുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ജനിച്ചതിന് ശേഷമാണ് നമ്മളുടെ രാജ്യവും മതവും എല്ലാം തീരുമാനിക്കുന്നത്. മതങ്ങളൊക്കെ തരുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും മനുഷ്യന്മാരായിരുന്നു. അതുകൊണ്ട് അമിതമായ രാജ്യസ്നേഹവും എന്നെ ഈ മതത്തിൻ്റെ പേരിൽ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെല്ലാം ഈ അമിതമായ രാജ്യസ്നേഹമുള്ളവരാണ്. അതിനങ്ങനെയുള്ളവരാണ് തീവ്രവാദികളെന്ന് വിളിക്കുന്നത്. ശരിയായാലും തെറ്റായാലും സ്വന്തം രാജ്യത്തിന് ഡിഫെൻഡ് ചെയ്യുന്നവർ. ഇതിന് വേറെ പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഇതൊന്നും മാറാനൊന്നും പോകുന്ന ഒരു കാര്യമല്ല. എനിക്കിതൊന്ന് എക്സ്പ്രസ് ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ജയ് ഹ്യൂമാനിറ്റി.